ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി തയ്യാറാക്കാം. നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് വറക്കാത്ത റവയാണ്. വറുത്ത റവയോ വറക്കാത്ത റവയോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളം ഉള്ള പഞ്ചസാരയാണ്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ഉള്ള ഉപ്പാണ്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം ഉള്ള ഈസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഈ ബൗളൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാർ വെച്ചു. ജാറിലേക്ക് ഞാൻ 1/2 കപ്പോളം ഉള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉള്ള നമ്മളുടെ ചെറിയ ജീരകമില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു വലിപ്പത്തിലുള്ള ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പോളം ഉള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകരുത്, എന്നാൽ വെളുത്തുള്ളിയും ജീരകവും അരഞ്ഞു വരണം. ആ രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതേപോലെ കണ്ടോ, വെളുത്തുള്ളിയും ജീരകവും നല്ലതുപോലെ ഒന്ന് അരഞ്ഞിട്ടുണ്ട്. എന്നാൽ തേങ്ങ ഒരു തരിതരിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പോളം ഉള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന റവയുടെ ആ ഒരു മിക്സില്ലേ, അതിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് ഇത് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 മണിക്കൂർ ഈ ഈസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ഒരു 4-5 മണിക്കൂർ നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് ഒരു 4-5 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 4-5 മണിക്കൂറായിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ബാറ്റർ എന്തായെന്ന് നോക്കാം. കണ്ടോ, നല്ല രീതിയിൽ പുളിച്ചൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ആ നെയ്യ് എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഇതേപോലെ സ്പൂൺ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ നല്ല രീതിയിലൊന്ന് തിളച്ച് ചൂടായി കിടക്കും. അതിലേക്ക് നമ്മളുടെ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് കൊണ്ട് കുക്കായി വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇനി നമ്മുടെ ബാറ്റർ എന്തായെന്ന് നോക്കാം. അപ്പം തുറന്നതിന് ശേഷം നോക്കുമ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയതുപോലെ തോന്നുന്നുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്കോ വല്ലതും വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ച് കുത്തുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മളുടെ ടൂത്ത് പിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബാറ്റർ നല്ല രീതിയിലൊന്ന് കുക്കായി. ഇത് മതി. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് നല്ലതുപോലെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാമേ. അപ്പോൾ ഇവിടെ നമ്മുടെ അപ്പമൊക്കെ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പമാണ്. നല്ല സോഫ്റ്റാണ് നമ്മുടെ അപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്കൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.